നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയൊക്കെയായിരുന്ന കെ.വി. തോമസ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒരു തവണ ചേക്കേറി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം. ഇനിയൊന്നും ലഭിക്കാനില്ലെന്ന് പറയണോ? അല്ല, പ്രാതിനിധ്യം എന്ന് പറയരുത്. കാരണം ഇനി അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാനില്ല, എല്ലാം അദ്ദേഹം മേടിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചെല്ലുന്നത്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനൊരു പ്രതിഫലമായിട്ട് വേണമെങ്കിൽ ഒരു ഓണറേറിയം പോലെ, അതായത് യാത്രാ ചിലവിനൊക്കെ ആയിട്ട് ഒരു 10-11 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അല്ല, ഇവിടെ അദ്ദേഹത്തെ എന്താണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് രാവിലെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഏകോപന ചുമതലയായിട്ടാണ് ഇദ്ദേഹം ഡൽഹിയിൽ നിൽക്കുന്നതാണ്. അപ്പൊ ഇദ്ദേഹം ഈ മഹാനായിട്ടുള്ള വ്യക്തി ഏകോപിപ്പിച്ച് എന്ത് പ്രയോജനമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്ര രൂപ കൊണ്ടുവന്നിട്ടുണ്ട്? ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി എന്തിനാണ് പറയുന്നത്? കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളം എന്ന് പറയുന്നത് പേര് എവിടെങ്കിലും എഴുതി ചേർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചോ? ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കാരിന്റെ പദ്ധതി ഇവിടെ കേരളത്തിൽ എത്തിക്കാൻ സാധിച്ചോ? ഇതിനു മുമ്പുണ്ടായിരുന്ന സമ്പത്തിന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. ഇവിടെ കൃത്യമായിട്ട് എന്താണ്, നമ്മൾ ഈ പറയുന്ന സർക്കാരിന് വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ സർക്കാരിന് സുഖിപ്പിച്ചു കിടത്തേണ്ടവരെ എന്താണ് ഇവിടുത്തെ നാട്ടിലെ നികുതി പണം ഉപയോഗപ്പെടുത്തി എന്താണ് സുഖവാസത്തിന് ഡൽഹിയിലേക്ക് അയക്കുന്നതിന് തുല്യമാണ്. അത്തരത്തിൽ ഇപ്പോഴത്തെ സുഖവാസത്തിന് അയച്ചിരിക്കുന്നത് പോലെയാണ് ഇപ്പൊ അദ്ദേഹത്തിന് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഇത് പൈസ കൊടുത്ത്. ഇത് ആരാണ് ഇവിടുത്തെ ഒരു സൈഡിൽ എന്ത് പറയുന്നു, ഇവിടെ വികസന പദ്ധതികൾക്ക് എന്തില്ല, പണമില്ല. ക്ഷേമ പദ്ധതികൾക്ക് എന്തില്ല, പണമില്ല. ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിത ചെലവിനെ അല്ലെങ്കിൽ അവന്റെ പണപ്പെരുപ്പമോ അല്ലെങ്കിൽ അവന്റെ വില നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടു സാധനങ്ങൾ മേടിക്കുന്ന വിലവർധനവ് പിൻവലിക്കുവാനോ അല്ലെങ്കിൽ ഈ പറയുന്ന നന്മ സ്റ്റോറുകളിലോ നീതി സ്റ്റോറുകളിലോ അരിയും പലചരക്കും എന്തില്ല, സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ആശാ വർക്കർമാർ എന്ത് ചെയ്യുന്നു, ശമ്പളത്തിന് വേണ്ടി ഇവിടെ സമരം നടത്തുന്നു, അവർക്ക് കൊടുക്കാൻ എന്തില്ല, പണമില്ല. ഇവിടുത്തെ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ സബ്സിഡികൾ ജനോപകാരമാവുന്ന അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ തന്നെ എന്താണ് വെട്ടിച്ചുരുക്കുകയാണ്. അപ്പോഴാണ് ഒരു വെള്ളാനെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കുളിപ്പിച്ച് കൊണ്ട് നടക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇവിടത്തെ മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠമല്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വീണ്ടും പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് തൽപരനാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷൻ കൊണ്ട് എന്ത് ചെയ്യാം, ഇനിയുള്ള കാലം സാമൂഹിക പ്രവർത്തനം നടത്താം. അദ്ദേഹത്തിന് CPM-ലോ ഏത് പാർട്ടിയിലോ നിന്ന് നടത്തിക്കോട്ടെ. പക്ഷെ ഇനിയും എന്താണ്, ജനിച്ച കാലം മുതലേ ഇനി ഈ കാലം വരെയും എന്ത് ചെയ്തു, എല്ലാ സുഖവും അനുഭവിച്ച് ഇനി എന്ത് ചെയ്യണം, ഇനിയുള്ള കാലവും നമ്മൾ എന്ത് ചെയ്യണം, ഇവനെയൊക്കെ ചുമക്കണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല. അല്ല, ഇവരുടെയൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാല് മരിക്കുമ്പോഴും അധികാരം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ 10 പേര് തിരിഞ്ഞു നോക്കത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയൊക്കെ ഇവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ സ്ഥാനങ്ങളൊന്നും ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത്. അതുകൊണ്ടല്ലേ കോൺഗ്രസിൽ ഇത്രയും എത്ര കാലമായി കേന്ദ്രമന്ത്രിയും ഓരോ മന്ത്രി സ്ഥാനങ്ങളുമായിട്ട് പദവികളിലൊക്കെ അദ്ദേഹം ഇരുന്ന ഒരാളാണ്. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൽ ഇനി ഒന്നും കൊടുക്കാനില്ല, പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും എന്താണ്, അല്ല അദ്ദേഹം പൊതുപ്രവർത്തനം ആർക്കും ചെയ്യാം. നമുക്കൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവനൊരു മാനദണ്ഡം ഏർപ്പെടുത്തുന്നതിനോട് ഞാൻ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ഇത്ര കാലം നീ പൊതുപ്രവർത്തനം നടത്തണം അല്ലെങ്കിൽ ഇനി നീ ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്, ഇനിയും അല്ല ഇത്രയും കാലം നമ്മളെ എന്ത് ചെയ്തു, നമ്മുടെ നികുതി പണത്തിൽ കഴിഞ്ഞ് ഇനിയും എന്ത് ചെയ്യണം, തന്നെ കഴിയണമെന്നുള്ള, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിന് വേണ്ടി നൽകുന്ന എന്ത് കോൺട്രിബ്യൂഷനാണ്. ഇതുകൊണ്ടുള്ള വിവാദങ്ങൾ മാത്രമേ ഇതേപോലുള്ള ആളുകളെ അറിയാം. അല്ലെങ്കിൽ വിവാദം മാത്രമല്ല, ഇത്തരത്തിൽ എന്താണ് കൂടെ സർക്കാരിന്റെ ഓണററിയം വർദ്ധിപ്പിക്കല് അല്ലെങ്കിൽ ഈ പറയുന്ന ശമ്പള വർധനവ് വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സുഖവാസത്തിന് ഡൽഹിയിൽ എന്ത് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹമൊക്കെ എന്തിനാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, 11 ലക്ഷമൊക്കെ മേടിച്ച് ഇദ്ദേഹത്തിനൊക്കെ യാത്ര ചെയ്യാതെ എവിടെയെങ്കിലും എന്ത് ചെയ്തോളൂ. ഇതിലും നല്ലത് എന്താണ്, ഇവിടെ ഒരു റിസോർട്ട് എടുത്തു കൊടുത്ത് അദ്ദേഹം ഇരുത്തിയാൽ പോരെ. എന്തിനാണ് ഇദ്ദേഹത്തേക്ക് ഇത്രയും ബുദ്ധിമുട്ടിച്ച് എന്ത് ചെയ്യുന്നത്, ഈ പ്രായമായ കാലത്ത് യാത്ര ചെയ്യിപ്പിക്കുന്നത്? ഡൽഹിയിൽ കൊണ്ടുപോയി അവിടെ ഇരുന്ന് അവിടെ ഒരു റൂം എടുത്തു കൊടുത്ത് അദ്ദേഹത്തിന് ചെലവ് നടത്തി. ഇതൊക്കെ ഇവിടെ ഒരു സുഖവാസ റിസോർട്ട് എടുത്തു കൊടുത്തിട്ട് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഇട്ട് കൊടുത്ത് ഇതാണ് തീർച്ചയായിട്ടും. ഇവിടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ പുറത്തു വിടുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി എന്തില്ല, നയപരിപാടികളില്ല, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ നിർത്തിയിട്ടാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആളുകളെ എന്ത് ചെയ്യുന്നത്, നിയമിക്കുന്നത്. അവരുടെ മുൻകാലഘട്ടത്തിൽ അതായത് ഈ പറയുന്ന രീതിയിൽ ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു CPM-ന്റെ അണികൾ പോലും പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ക്യാപ്സ്യൂളുകൾ കഴിച്ചത് കൊണ്ട് തന്നെയും എന്താണ്
അവർ തൊണ്ട തൊടാതെ ഇന്ന് എന്ത് ചെയ്യുന്നു, വിഴുങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചിന്തിക്കാൻ സാഹചര്യമുള്ള അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ള ഏതൊരാളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഇത്തരത്തിൽ, അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മൾ ജനാധിപത്യ നിയമപ്രകാരം ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് മുതൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു, നിയമസഭയിലേക്ക് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു, ലോക്സഭയിലേക്ക് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. ഇനി ലോക്സഭയിലേക്ക് കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ രാജ്യസഭയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നു. ഇത്രയും ജനപ്രതിനിധികൾ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനുള്ള ഈ ജനാധിപത്യ ലോകത്ത് എന്തിനാണ് ഇത്തരത്തിൽ ഒരാളെ പുരപ്പുറത്തൂടെ എന്ത് ചെയ്യുന്നത്, റിട്ടയർഡ് ഒരാളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സുഖവാസം നടത്തി ഇനി അദ്ദേഹം എന്ത് ചെയ്യുന്നു? അപ്പൊ ഈ പറയുന്ന ജനപ്രതിനിധികളുടെയൊക്കെ ആവശ്യം എന്താണ്? ഒരാവശ്യമില്ല. അപ്പൊ ഇത് കേരളത്തിലെ ഒരു ജനാധിപത്യ സംവിധാനത്തോടുള്ള എന്താണ് വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ നികുതി പണം കൊടുക്കുന്ന പൗരനെകളുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അഡ്രസ് ചെയ്യാൻ ഇപ്പോഴും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. ജനങ്ങളുടെ പ്രശ്നം ഇല്ലല്ലോ, ജനങ്ങളെ അവർ കാണുന്നില്ലല്ലോ. ജനങ്ങളെ എന്താണ് ഈ പറയുന്ന എന്തിനും എസ് മൂളുന്ന അല്ലെങ്കിൽ സർക്കാരിന് എന്താണ് നികുതി കൊടുക്കാൻ വിധിക്കപ്പെട്ട ആളുകളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരം കാര്യങ്ങളെ എന്ത് ചെയ്യണം, സർക്കാർ ചിന്തിക്കണം. കാരണം ഇവിടെ സർക്കാരിനെ ഭരിക്കുവാൻ അല്ലെങ്കിൽ ജനങ്ങളെ ഭരിക്കുവാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അല്ലെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം എത്രയെത്ര ബ്യൂറോക്രസി ഉണ്ട്, IAS-കാരുണ്ട്, ISF-കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം മുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരക്കാരെ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോയി ഇറക്കുന്നത്. അത് ഉറപ്പായിട്ടും എന്താണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള KV തോമസിനെ പോലെയുള്ള അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് കേരള സമൂഹം പണ്ട് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ എന്താണ്, അധികാര കൊതിമൂത്ത അല്ലെങ്കിൽ പണത്തോടുള്ള ആർത്തിമൂത്ത ഒരു ആർത്തി പണ്ടാരമായി അദ്ദേഹം എന്ത് ചെയ്തേക്കുവാണ്, മാറിയിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും എന്താണ്, ഇത്തരക്കാരെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചുമക്കേണ്ട ഗതികേട് ഇത് കേരളത്തിലെ മലയാളികളായ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്തേക്കുവാണ്, അറിഞ്ഞോ അറിയാതെയോ വന്നു ചേർന്നിരിക്കുന്ന സാഹചര്യമാണ്.